ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത് വന്ന ചാപ്റ്റർ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസിഷൻ. അതിൽ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് അമാൽഗമേഷൻ, വാട്ട് ഈസ് അബ്സോർപ്ഷൻ, വാട്ട് ഈസ് എക്സ്റ്റേണൽ റീകൺസിഷൻ, പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ, മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ, ലംസം മെത്തേഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്സ്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ, amalgamation in the nature of merger, in the nature of purchase. അപ്പോൾ ഇത്രയും എടുത്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റിലെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഒന്നാമത്തെ കണക്കിലോട്ടാണ് പോയത്. ദ കോപ്പർ ലിമിറ്റഡ്, ഫീൽഡ് ലിമിറ്റഡ്, രണ്ട് കമ്പനിയും തമ്മിൽ ചേർന്നുകൊണ്ട് കോപ്പർ ഫീൽഡ് എന്ന പുതിയ കമ്പനി. അതിൽ കൺസിഡറേഷൻ നേരിട്ട് തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ 750,000, ഫീൽഡിൻ്റെ 550,000. രണ്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളത് കോപ്പർ ലിമിറ്റഡ് ക്ലോസ് ചെയ്തു, ഫീൽഡ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തു. അപ്പം രണ്ട് കമ്പനി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ വെണ്ടർ കമ്പനി എന്ന് പറയുന്നത്, അല്ലെ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത് കോപ്പർ ലിമിറ്റഡും ഫീൽഡ് ലിമിറ്റഡുമാണ്. ക്ലോസിംഗ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കോപ്പർ ലിമിറ്റഡ്. ജേണൽ എൻട്രീസ് കംപ്ലീറ്റ് കൊടുത്തു, റിയലൈസേഷൻ അക്കൗണ്ട് എഴുതി, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എഴുതി. അതുപോലെ ക്ലോസിംഗ് ജേണൽ ഓഫ് ഫീൽഡ് ലിമിറ്റഡ്, അവിടെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എഴുതി, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എഴുതി. ഇനി നമുക്ക് പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്കിലെ ജേണലാണ്. അവിടെ പർച്ചേസിംഗ് കമ്പനി എന്ന് പറയുന്നത്, ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത് കോപ്പർ ഫീൽഡ് ലിമിറ്റഡ് ആണ്. പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്കിൽ നമ്മൾ പഠിച്ച എൻട്രീസ്: നമ്പർ 1 ഫോർ കൺസിഡറേഷൻ ഡ്യൂ, നമ്പർ 2 for recording the assets and liabilities taken and closing business purchase accounts. ആ എൻട്രി എഴുതി കഴിഞ്ഞാൽ അവിടെ ക്രെഡിറ്റും ഡെബിറ്റും നമ്മൾ വ്യത്യാസം നോക്കണം. ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ ഡിഫറൻസ് ഡെബിറ്റ് ചെയ്യേണ്ട ഗുഡ് വിൽ അക്കൗണ്ടാണ്, അത് ലോസ് ഓൺ അക്യൂസിഷൻ. ഡെബിറ്റ് കൂടുതലാണെങ്കിൽ ഡിഫറൻസ് ക്യാപിറ്റൽ റിസർവ്, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഓൺ അക്യൂസിഷൻ. ഇപ്പോൾ 2 സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫോർ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷനാണ്. നെക്സ്റ്റ് ലിക്വിഡേഷൻ എക്സ്പെൻസ് ഓഫ് വെണ്ടർ കമ്പനി ബെഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി. ഇങ്ങനെ 4 സ്റ്റെപ്സാണ് നമ്മളവിടെ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് കോപ്പർ ഫീൽഡിൻ്റെ ബുക്കിലെ ജേണൽ എൻട്രീസ് തയ്യാറാക്കണം. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കോപ്പർ ഫീൽഡ് ലിമിറ്റഡ്. Journal of Copperfield Limited. Number 1, business purchase debtor. 2, liquidator of വെണ്ടർ കമ്പനിയുടെ 1 കോപ്പർ ലിമിറ്റഡ്. ലിക്വിഡേറ്റർ ഓഫ് കോപ്പർ ലിമിറ്റഡ് കൺസിഡറേഷൻ അവിടെ 750,000. 2, liquidator of field
ലിമിറ്റഡ് 5,50,000. ഇത് രണ്ടും കൂടെ കൂട്ടും 7.5, 8, 5, 13 ലക്ഷം ബിസിനസ് പർച്ചേസിന് ഡെബിറ്റ്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ബിസിനസ് പർച്ചേസ് ഡെറ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് വെണ്ടർ കമ്പനി എന്നാണ് പഠിച്ചത്. ഇവിടെ വെണ്ടർ കമ്പനി 2 എണ്ണം ഉണ്ട്. ഒന്ന് കോപ്പർ ലിമിറ്റഡും മറ്റൊന്ന് ഫീൽഡ് ലിമിറ്റഡും. അപ്പോൾ ആ എൻട്രി കഴിഞ്ഞു. അടുത്തത് ഏറ്റെടുക്കുന്ന അസറ്റ്സ്, ഏറ്റെടുക്കുന്ന ലയബിലിറ്റി, അതുപോലെ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റെടുക്കുന്ന അസറ്റ് ലയബിലിറ്റീസ്, അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കുക. ഫിക്സഡ് അസറ്റ്സിൽ ലാൻഡ് ബിൽഡിങ്, പ്ലാൻ മെഷീനറി. അപ്പോൾ ആദ്യം നമുക്കിവിടെ വേണമെങ്കിൽ ഒരുമിച്ച് എടുത്താലും മതി. കോപ്പർ ലിമിറ്റഡിൻ്റെ ലാൻഡ് ബിൽഡിംഗ് ബുക്കിൽ 4 ലക്ഷമാണ്. പാരഗ്രാഫിൽ എടുത്തു പറഞ്ഞു, ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് കോപ്പർ ലിമിറ്റഡ് ഈസ് വാല്യൂഡ് അറ്റ് ₹4,70,000. കോപ്പർ ലിമിറ്റഡിൻ്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഏറ്റെടുക്കുന്നത് 4,70,000 രൂപയ്ക്ക്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഓഫ് ഫീൽഡ് ലിമിറ്റഡ് ഈസ് വാല്യൂഡ് അറ്റ് 3 lakhs എന്നാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അസറ്റ് ഏറ്റെടുക്കുന്ന പുതിയ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുതിയ വില എടുക്കണം. പ്രത്യേകിച്ച് പുതിയ വിലയെക്കുറിച്ച് നിർദ്ദേശമൊന്നും ഇല്ലായെങ്കിൽ, ഏറ്റെടുക്കുന്ന വിലയെക്കുറിച്ച് നിർദ്ദേശമൊന്നും ഇല്ലായെങ്കിൽ ബുക്കിൽ ഏതാണോ പ്രൈസ് അത് തന്നെ എടുക്കണം. അപ്പോൾ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെറ്റർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെറ്റർ കോപ്പറിൻ്റെ ഏറ്റെടുക്കുന്ന പുതിയ വില പറഞ്ഞു 4,70,000. 4,70,000. ഫീൽഡിൻ്റെ ബുക്കിൽ കിടക്കുന്ന അതേ വില തന്നെ 1,50,000. 4,70,000 150 5,70,000 50 6,20,000. ലാൻഡ് ബിൽഡിംഗ് ഡെറ്റർ. പ്ലാൻ മെഷീനറി ഡെറ്റർ കോപ്പറിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ബുക്കിൽ കിടക്കുന്ന അതേ വില തന്നെയാണ്. എന്നാൽ ഫീൽഡിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി 3 ലക്ഷമാണ്. അപ്പോൾ കോപ്പറിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ബുക്കിൽ 2 ലക്ഷമാണ്. 2 ലക്ഷം പ്ലസ് ഫീൽഡിൻ്റെ പുതിയ വില എടുത്തു പറഞ്ഞു 3 ലക്ഷം. അപ്പോൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെറ്റർ 5 ലക്ഷം. നെക്സ്റ്റ് മറ്റുള്ള അസറ്റ്സ് എല്ലാം ബുക്കിൽ കിടക്കുന്ന അതേ വില തന്നെയാണ്. സ്റ്റോക്ക് ഡെറ്റർ സ്റ്റോക്ക് രണ്ടും കൂടെ കൂട്ടണം. 1,20,000 പ്ലസ് 1,10. 1,20, 2,20, 10, 2,30,000. 2,30,000 ആണ് സ്റ്റോക്ക്. നെക്സ്റ്റ് ഡെറ്റേഴ്സ് ഡെറ്റർ 2 ലക്ഷം പ്ലസ് 1,40,000, അതായത് 3,40,000. 3,40,000. നെക്സ്റ്റ് ക്യാഷ് ഡെറ്റർ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 8, 5, 13, 1,30,000. ഏറ്റെടുത്ത അസറ്റ്സ് എല്ലാം ഡെബിറ്റ് ചെയ്തു. ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇന്ന വിലയ്ക്കാണ് ഒരു അസറ്റ് ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പുതിയ വില വേണം എടുക്കാൻ. അങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും ഇല്ല എങ്കിൽ ബുക്കിൽ കിടക്കുന്ന അതേ വില തന്നെ. അപ്പോൾ അസറ്റ്സ് എല്ലാം ഡെബിറ്റ് ചെയ്തു. സ്വല്പ സ്പേസ് വിട്ടേക്കണം, ചിലപ്പോൾ ഗുഡ് വിൽ വേണ്ടി വരും. 2, ഏറ്റെടുക്കുന്ന ലയബിലിറ്റി കണക്കിൽ ട്രേഡ് പേയബിൾ, അതായത് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ടു ക്രെഡിറ്റേഴ്സ് 4,20 പ്ലസ് 2,50 ആണ്. അത് 4,20,000 കോപ്പറിൻ്റെ, 2,50,000 ഫീൽഡിൻ്റെ. 4, 2, 6,
6,70,000. 6,70,000. 2. ബിസിനസ് പർച്ചേസ്. ബിസിനസ് പർച്ചേസ് അതായത് മൊത്തം 13 ലക്ഷമാണ്. 13 ലക്ഷം. അപ്പോൾ ഏറ്റെടുത്ത അസറ്റ്സ് എല്ലാം ഡെബിറ്റ് ചെയ്തു. ഏറ്റെടുത്ത ലയബിലിറ്റിയും ബിസിനസ് പർച്ചേസ് അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഒരു ഡെബിറ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 6, 5, 11, 2, 13, 3, 16, 1, 17. 17ഉം 1, 18. 18,20,000 ഡെബിറ്റ് ടോട്ടൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 18,20,000. 3, 4, 7, 3, 10, 2, 12, 1, 2, 3, 5, 2, 7, 5, 12, 6, 18. ക്രെഡിറ്റ് ഇവിടെ 13 ലക്ഷവും 6,20,000. 13, 6, 19. 19,70,000. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ആണ് കൂടുതൽ. വ്യത്യാസം വരുന്നത് 0, 0, 0, 0, 7 2 പോയിട്ട് 5, 9 പോയിട്ട് 1. 1,50,000. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടി. വ്യത്യാസം ഗുഡ് വില്ലിനെ ഡെബിറ്റ് ചെയ്യണം. ഗുഡ് വിൽ ഡെറ്റർ ഇത് ഡിഫറൻസ് ആണ്. 1,50,000. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഏറ്റെടുക്കുന്ന അസറ്റ്സ് എല്ലാം ഡെബിറ്റ് ചെയ്തു. അതായത് കോപ്പറിൻ്റെ ലാൻഡ് ആൻഡ് ബിൽഡിങ് ബുക്കിൽ കിടക്കുന്ന വിലക്കെടുത്ത് പുതിയ വില പറഞ്ഞു 470. എന്നാൽ ഫീൽഡിൻ്റെ ലാൻഡ് ആൻഡ് ബിൽഡിങ് ബുക്കിൽ കിടക്കുന്ന അതേ വിലയ്ക്ക്. പ്ലാൻ മെഷീനറി കോപ്പറിൻ്റെ ബുക്കിൽ കിടക്കുന്ന വിലയ്ക്കും ഫീൽഡിൻ്റെ എടുത്തു പറഞ്ഞു 3 ലക്ഷം. മറ്റുള്ള അസറ്റ്സ് ബുക്കിൽ കിടക്കുന്ന അതേ വാല്യൂ തന്നെ. ലയബിലിറ്റി മാറ്റമൊന്നുമില്ല. ബിസിനസ് പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എൻട്രി എഴുതപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ, വ്യത്യാസം ഗുഡ് വില്ലിനെ ഡെബിറ്റ് ചെയ്തണം. അപ്പോൾ അതാ നേരത്തെ പഠിപ്പിച്ചത്. ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ലോസ് ഓൺ അക്യൂസിഷനാണ്. ഇറ്റ് ഈസ് ചാർജ്ഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് കൺസിഡറേഷൻ കൊടുക്കുന്നതാണ്. തേർഡ് വൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ ആണ്. കൊടുക്കുന്ന ആർക്കാണ്? ലിക്വിഡേറ്റർ ഓഫ് വെണ്ടർ കമ്പനിക്കാണ്. എങ്ങനെ കൊടുക്കാം കൺസിഡറേഷൻ? ഒന്നുകിൽ പർച്ചേസിങ് കമ്പനിയുടെ ഓഹരികളായിട്ട് കൊടുക്കാം, പണമായിട്ട് കൊടുക്കാം, ഓഹരികളും പണവും കൂടെ കൊടുക്കാം. ഈ കണക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കൺസിഡറേഷൻ കൊടുക്കുന്നത് എങ്ങനെയെന്ന്. പാരഗ്രാഫിൽ ദ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് എഗ്രീഡ് അറ്റ് ₹7,50,000 ഫോർ കോപ്പർ ലിമിറ്റഡ് ആൻഡ് 5,50,000 ഫോർ ഫീൽഡ് ലിമിറ്റഡ് പേയബിൾ ഇൻ ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓഫ് കോപ്പർ ഫീൽഡ് എന്നാണ്. കൊടുക്കുന്നത് എങ്ങനെയാണ്? ഷെയറായിട്ടാണ് കൊടുക്കുന്നത്, ഓഹരികളായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ലിക്വിഡേറ്റർ ഓഫ് കോപ്പർ ലിമിറ്റഡ് ഡെറ്റർ 7,50,000. ലിക്വിഡേറ്റർ ഓഫ് ഫീൽഡ് ലിമിറ്റഡ് ഡെറ്റർ 5,50,000. 2. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 13 ലക്ഷം ഫോർ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ ആണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ നമ്മൾ പഠിച്ചതാണ് വെണ്ടർ കമ്പനിയുടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് പർച്ചേസ് കമ്പനി മെറ്റ് ചെയ്യുന്നുണ്ട്. അതിവിടെ
ലിക്വിഡേഷൻ എക്സ്പെൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല. പർച്ചേസിംഗ് കമ്പനി ഫോർമേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുമില്ല. അപ്പോൾ ഈ കണക്കിൽ ജേണൽ ഇവിടെ 3 സ്റ്റെപ്പേ ഉള്ളൂ. 1 കൺസിഡറേഷൻ ഡ്യൂ ആകുന്നത്, 2 ഏറ്റെടുക്കുന്ന അസറ്റ്സ്, ഏറ്റെടുക്കുന്ന ലയബിലിറ്റി, ബിസിനസ് പർച്ചേസ് ക്ലോസ് ചെയ്യണം, ഡിഫറൻസ് ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. ഇപ്പോൾ ഈ കണക്കിൽ ഗുഡ് വില്ലാണ് വന്നത്, നെക്സ്റ്റ് കൺസിഡറേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ആ കണക്കിൽ ജേണൽ വരുന്നത്. ഇവിടെ ഗീവ് ജേണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ലിക്വിഡേറ്റിംഗ് കമ്പനി, ഓൾസോ ഗീവ് ഓപ്പണിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ന്യൂ കമ്പനി. അപ്പോൾ ന്യൂ കമ്പനി ആരാണ്? കോപ്പർഫീൽഡ്. അവരുടെ ബുക്കിൽ ജേണൽ എൻട്രീസ് 3 അപ്പോൾ ആ കണക്കിൽ നമ്മൾ കോപ്പർ ലിമിറ്റഡ് ക്ലോസ് ചെയ്തു, ഫീൽഡ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തു, അതോടൊപ്പം തന്നെ പുതിയ കമ്പനി അതായത് കോപ്പർ ഫീൽഡ് ലിമിറ്റഡ് അവരുടെ ബുക്കിലെ ഓപ്പണിംഗ് ജേണൽ എൻട്രീസും റെക്കോർഡ് ചെയ്തു. അതാണ് കണക്ക്. ഇനി ഇതേ ടൈപ്പ് കണക്ക് തന്നെയാണ് രണ്ടാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലവും 3ാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലവും. ഏതാണ്ട് കൺസിഡറേഷൻ നേരിട്ട് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. 2ഉം 3ഉം. ഇനി അവിടെ 4ാമത്തെ കണക്ക് കൊടുത്തിരിക്കുന്നത് നെറ്റ് അസറ്റ് മെത്തേഡിൻ്റെയാണ്. അതായത് പേജ് നമ്പർ 4.76, ക്വസ്റ്റ്യൻ നമ്പർ 4. നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ആദ്യത്തെ ലംസം മെത്തേഡാണ്. അപ്പോൾ ഈ കണക്കിൽ 1ഉം 2ഉം 3ഉം ലംസം മെത്തേഡിൻ്റെയാണ്. കാരണം കൺസിഡറേഷൻ നേരിട്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കണക്ക് നമ്മൾ ചെയ്തു. 2ാമത്തെ കണക്ക് അത് കൺസിഡറേഷൻ വന്നിട്ടുണ്ട്, സെയിം ടൈപ്പാണ്, അത് വർക്കൗട്ട് ചെയ്യണം. 3ഉം വർക്കൗട്ട് ചെയ്യണം. 4ാമത്തെ നെറ്റ് അസറ്റ് മെത്തേഡാണ്, അത് നമുക്കിപ്പോൾ ചെയ്യാം. അപ്പോൾ ആ കണക്ക് നോക്കുക. ദ ഫോളോയിങ് ആർ ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് എന്നാണ്. 2 കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. നോട്ട് നമ്പർ 1 ജനറൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് എ ലിമിറ്റഡിന്, ക്യാപിറ്റൽ റിസർവ് ബി ലിമിറ്റഡിന്. ഷെയർ ആപ്ലിക്കേഷൻ മണി ഇൻ പെൻഡിങ് അലോട്ട്മെന്റ് ഇല്ല, നോൺ കറണ്ട് ലയബിലിറ്റീസ് ഇല്ല. കറണ്ട് ലയബിലിറ്റീസ് ട്രേഡ് പേബിൾ ആണ്, ക്രെഡിറ്റേഴ്സ് മാത്രം. അസറ്റ്സ് നോൺ കറണ്ട് അസറ്റ്സ് ഫിക്സഡ് അസറ്റ്, അതിൽ ടാഞ്ചിബിൾ നോട്ട് നമ്പർ 2 ആണ്. ടാഞ്ചിബിൾ അസറ്റ്സ് ഇവിടെ ഫ്രീ ഹോൾഡ് പ്രിമൈസസ്, മെഷീനറി. പിന്നെ കറണ്ട് അസറ്റ്സ് ഇൻവെൻട്രി അതായത് സ്റ്റോക്ക്, ട്രേഡ് റിസീവബിൾ, ഡെറ്റേഴ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ക്യാഷ് അറ്റ് ബാങ്ക്. പഴയ ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്, പഴയ ഫോർമാറ്റ്സ്. പാരഗ്രാഫിൽ പറഞ്ഞതാണ് സി ലിമിറ്റഡ് ഈസ് ഫോംഡ് ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് ബോത്ത് ദ കമ്പനീസ്. എ കമ്പനിയും ബി കമ്പനിയും കൂടെ ചേർന്നുകൊണ്ട് പുതിയ കമ്പനി രൂപപ്പെടുന്നു. എൻ്റെ പേര് സി ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ എ ലിമിറ്റഡ് കമ്പനി വെണ്ടർ കമ്പനിയാണ്, ബി ലിമിറ്റഡ് കമ്പനി വെണ്ടർ കമ്പനിയാണ്, ന്യൂ കമ്പനി ദാറ്റ് മീൻസ് സി ലിമിറ്റഡ്. ഫോർ ദി പർപ്പസ് ഫ്രീ ഹോൾഡ് പ്രിമൈസ് ഓഫ് എ ലിമിറ്റഡ് ഈസ് വാല്യൂഡ് അറ്റ് 1,50,000. Machineries of both companies are valued at 20% more than book values. Goodwill of the companies are fixed at 20% of net assets. Purchase consideration is discharged in fully paid equity shares of Mr. അപ്പോൾ ഈ കണക്കിൽ കൺസിഡറേഷൻ നേരിട്ട് തന്നിട്ടില്ല. ഇവിടെ ഏറ്റെടുക്കുന്ന അസറ്റ്സ് അത് ഇന്ന വിലയ്ക്ക് ഏറ്റെടുക്കുന്നു എന്നെടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കണം. പർച്ചേസ് കൺസിഡറേഷൻ പർച്ചേസ് ഹെഡിങ് കൊടുക്കുന്നു,
പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ രണ്ട് കമ്പനിയുടെ കാണാം. നമുക്ക് രണ്ടും ഒരുമിച്ച് കാണാം. വലത്തോട്ട് മാറ്റി 2 കോളം കൊടുത്തു. എ ലിമിറ്റഡ്, അടുത്തത് ബി ലിമിറ്റഡ്. അതിവിടെ ഏറ്റെടുക്കുന്ന അസറ്റ്സാണ്. അസറ്റ്സ് ടേക്കൺ, അസറ്റ്സ് ടേക്കൺ. ഏതൊക്കെ അസറ്റ്സ് ഏറ്റെടുക്കും? അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ്സ് ടാൻജിബിൾ. ടാൻജിബിൾ ഇവിടെ ഫ്രീ ഹോൾഡ് പ്രിമൈസ് ഉണ്ട്, മെഷീനറി ഉണ്ട്. എടുത്തു പറഞ്ഞതാണ് ഫോർ ദി പർപ്പസ് ഫ്രീ ഹോൾഡ് പ്രിമൈസ് ഓഫ് എ ലിമിറ്റഡ്. എ ലിമിറ്റഡിന് മാത്രമേ പ്രിമൈസസ് ഉള്ളൂ. അത് ഏറ്റെടുക്കുന്ന പഴയ വില 1,00,000 ആ വിലയ്ക്കല്ല ഏറ്റെടുക്കുന്നത്. ഏറ്റെടുക്കുന്ന വാല്യൂ 1,50,000 അപ്പോൾ പ്രിമൈസസ് 1,00,000 അല്ല, ഇന്ന വിലയ്ക്ക് ഏറ്റെടുക്കുന്നു പറഞ്ഞു. ആ പുതിയ വില 1,50,000 ബിക്കില്ല. നെക്സ്റ്റ്, മെഷീനറീസ് ഓഫ് ബോത്ത് ദ കമ്പനീസ് ആർ valued at 20% more than their book values. മെഷീനറി 2 കമ്പനിയുടെ ഏറ്റെടുക്കുന്നത് ബുക്ക് വാല്യൂവിനേക്കാൾ 20% കൂട്ടിയാണ്. അപ്പോൾ മെഷീനറി എ ലിമിറ്റിലെ മെഷീനറി തന്നിരിക്കുന്നത് 40,000 40,000 പ്ലസ് 20% ഓഫ് 40,000 എന്നാണ്. 40,000-ൻ്റെ 20% 8,000. അപ്പം 40,000 പ്ലസ് 8,000 സമം 48,000. ഏറ്റെടുക്കുന്ന വില 48,000. അടുത്ത കമ്പനി 50,000 ബുക്കിൽ കിടക്കുന്നത്. അതിന് 20% കൂടെ കൂട്ടണം. 50,000 20% 10,000. 50,000 പ്ലസ് 10,000 60,000. 60,000. പിന്നെ മറ്റുള്ള അസറ്റ്സ് സ്റ്റോക്ക് ഇന്ന വിലയ്ക്ക് ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ ബുക്കിൽ കിടക്കുന്ന അതേ വാല്യൂ തന്നെയാണ്. ഇപ്പൊ സ്റ്റോക്ക് ബുക്കിലുള്ള വാല്യൂ 70,000 60,000. 70,000 60,000. ഡെറ്റേഴ്സ് 40,000 30,000. നെക്സ്റ്റ്, ക്യാഷ് അറ്റ് ബാങ്ക് 20,000 10,000. ഇത് കൂടാതെ ഗുഡ് വില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഗുഡ് വിൽ ഏറ്റെടുക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുഡ് വിൽ ഓഫ് ദി കമ്പനീസ് ആർ ഫിക്സഡ് അറ്റ് 20% ഓഫ് നെറ്റ് അസറ്റ് എന്നാണ്. നെറ്റ് അസറ്റിൻ്റെ 20% എന്നാണ്. അപ്പം നമുക്ക് എന്ത് കാണണം? നെറ്റ് അസറ്റ് കാണണം. നെറ്റ് അസറ്റ് കാണാൻ എന്ത് ചെയ്യണം? ഏറ്റെടുക്കുന്ന അസറ്റ്സിൻ്റെ വാല്യൂവിൽ നിന്നും ഏറ്റെടുക്കുന്ന ലയബിലിറ്റി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ആ കിട്ടുന്നതിൻ്റെ 20% ആണെന്ത്? ഗുഡ് വിൽ. അത് പിന്നീട് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ അസറ്റ്സിൻ്റെ വാല്യൂ ഏറ്റെടുത്തത് 0 0 0 8 2 4 6 7 13 4 17 22 2 1 3,28,000. ഇവിടെ 6 6 12 3 15 16 1,60,000. 3 28 1 60. നെക്സ്റ്റ്, ലയബിലിറ്റീസ്. ഈ കണക്കിൽ ലയബിലിറ്റി ആയിട്ട്
എക്സ്റ്റേണൽ ഒറ്റയൊരു ഐറ്റമേ ഉള്ളൂ, അതായത് ട്രേഡ് പേയബിൾ മാത്രം, അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് 40,000. അടുത്തത് ക്രെഡിറ്റേഴ്സ് 30,000. അപ്പോൾ ലയബിലിറ്റി വേറൊന്നുമില്ല, 40, 30. ഇവിടെ നെറ്റ് അസറ്റ് ഏറ്റെടുക്കുന്ന അസറ്റ്സിൻ്റെ വാല്യൂവിൽ നിന്നും ഏറ്റെടുക്കുന്ന ലയബിലിറ്റിയുടെ വാല്യൂ കുറയ്ക്കണം. അപ്പോൾ 328 നിന്ന് 40,000 കുറയും. 0, 0, 0. 8, 12, 4 പോയിട്ട് 8. ഇവിടെ 2, 88,000 ഇവിടെ 30,000. ഇത് നെറ്റ് അസറ്റാണ്. ഇവിടെ ഈ കണക്കിൽ ഇതല്ല കൺസിഡറേഷൻ. കാരണം ഈ നെറ്റ് അസറ്റിൻ്റെ 20% ഗുഡ് വില്ലാണ്. അപ്പോൾ ഗുഡ് വിൽ അസറ്റാണ്. ആ ഗുഡ് വില്ലും കൂടെ ഇപ്പോൾ ആഡ് ചെയ്യണം. ആഡ് ഗുഡ് വില്ല്, ആഡ് ഗുഡ് വിൽ, അതായത് 20% ഓഫ് നെറ്റ് അസറ്റ് എന്നാണ്. നെറ്റ് അസറ്റ്, നെറ്റ് അസറ്റ് ഇവിടെ കിട്ടിയത്. അപ്പം 2,88,000 20%. 2,88,000 20% ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ 20% 2,88,000 ഇൻറ്റു 20/100 ആണ്. ഇവിടെ എടുക്കുമ്പോൾ 20/100. അപ്പം 28,800 10 28, 56, 57,600 വരും. 57,600 ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ 20% 13,000 + 13,000 26,000. ടോട്ടൽ 0, 0, 6, 8 പേരും 15, 1, 5, 6, 8, 14, 1, 2, 3, 45,600. ഇവിടെ വരുമ്പോൾ 1,56,000. ഇതാണ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ നേരിട്ട് തന്നിട്ടില്ല. നേരിട്ട് കൺസിഡറേഷൻ തന്നില്ല. ഇന്ന അസറ്റ് ഇന്ന വിലയ്ക്ക് ഏറ്റെടുക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന അസറ്റ്സിൻ്റെ വാല്യൂ, അതിൽ ഏറ്റെടുക്കുന്ന ലയബിലിറ്റി വാല്യൂ കുറച്ചു. അപ്പോൾ നെറ്റ് അസറ്റ് കിട്ടി. ആ നെറ്റ് അസറ്റിന് 20% ആണ് ഗുഡ് വില്ല്. അതും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ കൺസിഡറേഷനാണ്. കൺസിഡറേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ വെണ്ടർ കമ്പനികൾ ക്ലോസ് ചെയ്യണം. ഇവിടെ വെണ്ടർ കമ്പനി ഏതൊക്കെയാണെന്ന് വെച്ചാൽ എ ലിമിറ്റഡ് കമ്പനിയും ബി ലിമിറ്റഡുമാണ്. അപ്പോൾ നമുക്ക് ക്ലോസിങ് ആദ്യം എ ലിമിറ്റഡ് ക്ലോസ് ചെയ്യാം. ക്ലോസിംഗ് ജേണൽ ഓഫ് എ ലിമിറ്റഡ്. ഈ കണക്കിൽ ഏതൊക്കെയുണ്ട്? നമ്പർ 1 അസറ്റ് ക്ലോസ് ചെയ്യണം. എ ലിമിറ്റ് ബാലൻസ് ഷീറ്റ് എടുക്കുക. അസറ്റ് റിയലൈസേഷൻ ഡെറ്റർ, ടു അസറ്റ്സ് ബുക്കിലുള്ളത്, അതായത് ടാൻജിബിൾ അസറ്റ്സ് നോട്ട് നമ്പർ 2, പ്രിമൈസസ് 1,00,000. ടു മെഷീനറി ബുക്കിൽ കിടക്കുന്ന അതേ വില 40,000. മറ്റുള്ള അസറ്റ്സ് ടു സ്റ്റോക്ക് 70,000. ടു ഡെറ്റേഴ്സ് 40,000.
ടു ക്യാഷ് അറ്റ് ബാങ്ക് 20,000. അസറ്റ്സ് ക്ലോസ് ചെയ്തു. ഇവിടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒന്നുമില്ല. അതായത് പ്രിമൈസസ്, മെഷീനറി, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ റിയലൈസേഷനെ ഡെബിറ്റ് ചെയ്യുന്നത് 1, 40, 70, 2, 10, 40, 250, 2,70,000 അസറ്റ് ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് ലയബിലിറ്റി ക്ലോസ് ചെയ്യണം. നമ്പർ 2, ലയബിലിറ്റി ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമാണ്, ഡിബഞ്ചർ ഇല്ല. ക്രെഡിറ്റേഴ്സ് ഡെറ്റർ, ക്രെഡിറ്റേഴ്സ് ഡെറ്റർ തന്നിരിക്കുന്ന ക്രെഡിറ്റേഴ്സ് 40,000. 40,000 ടു റിയലൈസേഷൻ 40,000. 3 കൺസിഡറേഷൻ ഡ്യൂ ആകുന്നതാണ്. കൺസിഡറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ 3 45,600 എ ലിമിറ്റഡിൻ്റെ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഡ്യൂ ആകുമ്പോൾ എൻട്രി പർച്ചേസിംഗ് കമ്പനിയെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ പർച്ചേസിംഗ് കമ്പനിയുടെ പേര് സി ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ എൻട്രി സി ലിമിറ്റഡ് ഡെറ്റർ ടു റിയലൈസേഷൻ 3,45,600. 3,45,600 കൺസിഡറേഷൻ ഡ്യൂ ആയി. നാലാമത്തെ സ്റ്റെപ്പ് കൺസിഡറേഷൻ കിട്ടുന്നതാണ്. ഇവിടെയും കൺസിഡറേഷൻ കിട്ടുന്നത് പർച്ചേസിംഗ് കമ്പനിയുടെ ഓഹരികളായിട്ടാണ് നേരിട്ട് എടുത്തു പറഞ്ഞു. അതായത് പാരഗ്രാഫിൽ പറഞ്ഞുകൊണ്ട് പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഡിസ്ചാർജ്ഡ് ഇൻ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് അറ്റ് ₹10 ഈച്ച്. അപ്പോൾ കൺസിഡറേഷൻ കിട്ടുമ്പോൾ ഷെയർസ് ഇൻ സി ലിമിറ്റഡ് ഡെറ്റർ ഫിഗർ ഇത് തന്നെ 3,45,600 ടു സി ലിമിറ്റഡ് 3,45,600. അസറ്റ് ക്ലോസ് ചെയ്തു, ഏറ്റെടുത്ത ലയബിലിറ്റി ക്ലോസ് ചെയ്തു, കൺസിഡറേഷൻ ഡ്യൂ ആയി, കൺസിഡറേഷൻ കിട്ടി. ഇവിടെയും പർച്ചേസിംഗ് കമ്പനി ഏറ്റെടുക്കാത്ത അസറ്റ് ഇല്ല, ഏറ്റെടുക്കാത്ത ലയബിലിറ്റി ഇല്ല, ലിക്വിഡേഷൻ എക്സ്പെൻസ് ഇല്ല, തന്നിട്ടില്ല. അടുത്തത് റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ഓർ ലോസിന് എൻട്രി വേണം. അടുത്തത് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ക്ലോസ് ചെയ്യണം. ഇവിടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഇല്ല. നെക്സ്റ്റ് കിട്ടിയ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അടുത്ത റിയലൈസേഷൻ അക്കൗണ്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യണം. ആദ്യത്തെ എൻട്രി ടു മെഷീനറി 50,000, ടു സ്റ്റോക്ക് 60,000, ടു ഡെറ്റേഴ്സ് 30,000, ടു ക്യാഷ് അറ്റ് ബാങ്ക് 10,000. രണ്ടാമത്തെ എൻട്രി ബൈ ക്രെഡിറ്റേഴ്സ്, ബൈ ക്രെഡിറ്റേഴ്സ് 30,000, ബൈ സി ലിമിറ്റഡ്. ഇത് മൂന്നാമത്തെ എൻട്രിയാണ്. സി ലിമിറ്റഡ് ഡെറ്റ് ടു റിയലൈസേഷൻ അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ സി ലിമിറ്റഡ് 1,56,000. ഇത്രയേ ഉള്ളൂ. ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ. ക്രെഡിറ്റ് 1,86,000, 1,86,000. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 6, 5, 11, 3, 14, 15, 50,000 വരും.
വ്യത്യാസം അപ്പോൾ 36,000 36,000 ഇത് പ്രോഫിറ്റാണ്. 2 ഷെയർ ഹോൾഡേഴ്സ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷനാണ്. അതിന് എൻട്രി ഇവിടെ റിയലൈസേഷൻ ഡെറ്റർ 36,000 ടു ഷെയർ ഹോൾഡേഴ്സ് 36,000. അടുത്തത് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ക്യാപിറ്റൽ അവരുടെ 1,00,000. ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ 1,00,000. റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 1 നോട്ട്സ് ടു അക്കൗണ്ട് 1 റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ബിക്ക് ക്യാപിറ്റൽ റിസർവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് ഡെറ്റർ ക്യാപിറ്റൽ റിസർവ് 20,000. ടു ഷെയർ ഹോൾഡേഴ്സ് 1,20,000. ഇനി ഇവിടെ ലാസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് അത് ക്ലോസ് ചെയ്യണം. കിട്ടിയ ഷെയർ കൺസിഡറേഷൻ കിട്ടിയത് എന്തൊക്കെയാണ്? മിച്ചമുള്ള കാശും അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്യാഷ് ബാലൻസ് ഇല്ല. ഉണ്ടായിരുന്ന ക്യാഷ് ബാലൻസ് പർച്ചേസിംഗ് കമ്പനി ഏറ്റെടുത്തു. പിന്നെ ഇങ്ങോട്ട് കിട്ടിയത് ഷെയർ മാത്രമാണ് 1,56,000. അത് ഷെയർ ഹോൾഡേഴ്സ് ഡെറ്റർ 1,56,000 ടു ഷെയർസ് ഇൻ സി ലിമിറ്റഡ് 1,56,000. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ഇവിടെ റിയലൈസേഷൻ പ്രോഫിറ്റ്സ് ബൈ റിയലൈസേഷൻ 36,000. ആറാമത്തെ ബൈ ഷെയർ ക്യാപിറ്റൽ 1,00,000 ബൈ ക്യാപിറ്റൽ റിസർവ് 20,000. അടുത്ത 2 ഷെയർസ് ഇൻ സി ലിമിറ്റഡ് 1,56,000. രണ്ട് സൈഡും 1,56,000. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇതാണ് ഓക്കെ.